നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ HTMLഉം HTML5നെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് HTML, എന്താണ് HTML5, രണ്ടും തമ്മിൽ എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം, എന്തുകൊണ്ട് HTML5 നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ HTMLൽ നിന്നും HTML5ലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്നതിനൊക്കെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതിൽ വലിയ ഡെമോ ആയിട്ട് കാണിക്കാനൊന്നുമില്ല, എന്നാലും നമുക്ക് ചില ടാഗുകൾ പരിചയപ്പെടാം. പിന്നെ അത് വന്നപ്പോഴത്തേക്കും അല്ലെങ്കിൽ HTML വരുന്നതിന് മുന്നേ എങ്ങനെ ചെയ്തിരുന്നു എന്നതിനെയൊക്കെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഈ വീഡിയോയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ സ്കെൽറ്റനാണ്. ഏത് വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാലും ബ്രൗസറിൽ മനസ്സിലാവുന്ന ലാംഗ്വേജുകളിലൊന്നാണ് HTML. HTML ഇല്ലാതെ നമുക്കൊരു വെബ്സൈറ്റും ആക്സസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇൻ്റർനെറ്റ് വന്ന കാലഘട്ടങ്ങളിൽ ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുക എന്നുള്ളത് വളരെ ലക്ഷറി ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ചുരുക്കം കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ ചുരുക്കം ബ്രൗസറുകൾ മാത്രമേ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഒരു വെബ്സൈറ്റ് തന്നെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ബ്രൗസറുകൾ ഉണ്ടാവും. അപ്പോൾ ആ രണ്ട് ബ്രൗസറിന് വേണ്ട രീതിയിൽ ആ ഒരു വെബ്സൈറ്റ് കോൺഫിഗർ ചെയ്യുക, അല്ലെങ്കിൽ ആ ബ്രൗസർ എഞ്ചിനുകൾക്ക് വേണ്ട രീതിയിൽ കോഡ് എഴുതുക എന്നുള്ള ഒരു ചാലഞ്ച് മാത്രമേ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. മാത്രവുമല്ല, ആ കമ്പ്യൂട്ടറാണെങ്കിൽ കൂടെ അധികം വ്യത്യാസം ആവണമെന്നില്ല. ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള മോണിറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മോണിറ്ററിലൂടെ മാത്രമേ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1989 90 ആ കാലഘട്ടങ്ങളാണ് ഞാൻ പറയുന്നത്. ആ കാലഘട്ടങ്ങളിൽ വെബ്സൈറ്റുകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്ത് അങ്ങനെയല്ല. നമുക്കൊരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഉണ്ടെങ്കിലോ ചില സ്മാർട്ട് വാച്ചുകൾക്ക് നമുക്ക് ബ്രൗസർ ആക്സസ് ചെയ്യാം. മാത്രവുമല്ല, അന്നത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ന് ഒരുപാട് ബ്രൗസറുകളും വിപണിയിൽ അവൈലബിൾ ആണ്. ഒരുപാട് ബ്രൗസർ എഞ്ചിനുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വേണ്ട രീതിയിൽ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ആ ഡെവലപ്പർ ഇതിനെല്ലാം അഡ്രസ്സ് ചെയ്ത് വേണം ആ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഡെവലപ്പർ കൂടിയതുപോലെ തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ലഭ്യത കൂടിയതുപോലെ തന്നെ വെബ്സൈറ്റുകളുടെ എണ്ണവും ഒരുപാട് വന്നു അല്ലേ? ഇപ്പോൾ ഏതൊരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ പേഴ്സണലി ഒരു ഡെവലപ്പറിന് ഒരു വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? ഒരുപാട് വെബ്സൈറ്റുകളും അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ അത് സെർച്ച് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്തായിരിക്കും ചെയ്യുക? ഗൂഗിളിൽ ചെന്നിട്ട് നിങ്ങളുടെ സെർച്ച് ചെയ്ത് അതിൻ്റെ റെസ്പോൺസിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിലേക്ക് കയറുക അല്ലേ? അവിടെ നമ്മൾ സെർച്ച് ചെയ്തിട്ടാണ് റിസൾട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടെന്ന് അറിയിക്കാനും വേണ്ട കാര്യങ്ങൾ ഇന്നത്തെ ബിസിനസ്സിന് വേണം, അല്ലെങ്കിൽ ഇന്നത്തെ വെബ് ഡെവലപ്മെൻറ്റിന് വേണം. അപ്പോൾ അതൊക്കെ HTML5 സാധ്യമാവുന്നത്. മനസ്സിലായില്ല? അതായത് സെർച്ച് എഞ്ചിന് വേണ്ട രീതിയിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങണം, അല്ലെങ്കിൽ ഒരു നോക്കിയയുടെ മൊബൈൽ ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഗൂഗിളിൽ കയറുക, നോക്കിയയുടെ മൊബൈൽ ഫോൺ സെർച്ച് ചെയ്യുക. അപ്പോൾ ആ സെർച്ചിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള റിസൾട്ട് എനിക്ക് വെബ് ബ്രൗസറിൽ കിട്ടും. അപ്പോൾ ഈ നോക്കിയ ഫോൺ ആര് സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ നോക്കിയ ഫോണായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയി കിടക്കുന്ന വെബ് പേജ് ഏതാണെന്ന് സെർച്ച് ചെയ്തിട്ടാണ് ആ ഒരു സെർച്ച് എഞ്ചിൻ റിസൾട്ട് കൊണ്ടുവരുന്നത്. മനസ്സിലല്ലേ? അപ്പോൾ സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ബാക്കിൽ ഒരുപാട് ഫങ്ഷണാലിറ്റീസ് ഉണ്ട്. ഇൻഡെക്സിങ് ഉണ്ട്, പിന്നെ ക്രോളിങ്, അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ഒരു സെർച്ച് എഞ്ചിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ബിസിനസ് ഉടമ ആ സെർച്ച് എഞ്ചിന് മനസ്സിലാവുന്ന രീതിയിൽ വേണം ആ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ. മനസ്സിലായില്ലേ?
അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ഞാൻ നോക്കിയ ഫോണിൽ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് അവരുടെ സൈറ്റിൽ അല്ലെങ്കിൽ അവരുടെ റിസൾട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സായിട്ട് എനിക്ക് കണക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ സാധ്യമാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനൊക്കെ വേണ്ടിയിട്ടാണ് ഈ HTML5 ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. മാത്രവുമല്ല, എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചിട്ടേക്കാം. ഞാനത് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് HTML5 ടാഗുകൾ നോക്കാം. അതിന് W3 സ്കൂൾസിൽ കയറുന്നു. W3 സ്കൂൾസിൽ നമുക്ക് HTML സെമാൻറ്റിക്സ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. മനസ്സിലാക്കി? സെമാൻറ്റിക് എന്നാൽ ഉദ്ദേശിക്കുന്നത് മീനിങ്, ഇപ്പോൾ ആ ഒരു എലമെൻറ്റിൻ്റെ അർത്ഥം എന്താണെന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടാഗുകളിനെയാണ് HTML സെമാൻറ്റിക് എലമെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ കഴിയും കുറച്ച് HTML സെമാൻറ്റിക് ടാഗുകളാണ്. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കണ്ട തന്നെ മനസ്സിലാവില്ല. ഇവിടെ ഇപ്പോൾ ഹെഡർ ഉണ്ട്, ഒരു നാവ് ഉണ്ട്, സെക്ഷൻ ഉണ്ട്, ആർട്ടിക്കിൾ ഉണ്ട്, ഫൂട്ടർ ഉണ്ട്, സൈഡ് ഉണ്ട്. ഇതൊക്കെ ആ ഒരു ടാഗ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? അപ്പോൾ അതേപോലെ സെർച്ച് എഞ്ചിനുകൾക്കും ഈ ടാഗുകൾ കാണുമ്പോൾ ഇത് ഒരു ഹെഡറാണ്, ഇതൊരു നാവിഗേഷനാണ്, സൈഡിൻ്റെ അകത്തുള്ളതും ഫിൽറ്ററുകളോ അല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങളായിരിക്കും. സെക്ഷനിൽ ഒരു കണ്ടൻറ് ഓഫ് ഡാറ്റ ആയിരിക്കും ഉണ്ടാവുക, ആർട്ടിക്കിളിലും അതുപോലെ തന്നെ ആയിരിക്കും, ഫൂട്ടറിൽ ലിങ്കുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സെർച്ച് എഞ്ചിനും ഇത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് വെബ്സൈറ്റിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ ഈ W3 സ്കൂൾസിൽ വരുമ്പോൾ അതൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഇവിടെ നാവ് ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ നാവ് എന്നുള്ള ടാഗ് വെച്ചിട്ടാണ് ഈ ട്യൂട്ടോറിയൽ റെഫറൻസ്, എക്സസൈസ്, സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള നാവിഗേഷൻ ലിങ്ക്സ് കൊടുത്തിരിക്കുന്നത്. വേറൊരു നാവിഗേഷൻ ടാഗും കൂടി അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നാവിഗേഷൻ ടാഗ് ഹൈഡ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റിയാൽ എങ്ങനെ വരും നോക്കാം. അത് ഫിക്സഡും മാറ്റി. ഇതിനകത്ത് ഒരുപാട് സ്റ്റൈലുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നാവ് ടാഗ് നമ്മൾ കണ്ടു. വേറെ ഫൂട്ടറും നോർമലി ഒരു ഫൂട്ടർ ടാഗിലായിരിക്കും ഉണ്ടാവുക, പക്ഷേ ഇവർ ഫൂട്ടർ ടാഗ് യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ കണ്ടില്ല, ഇവിടെ ID ഫൂട്ടർ റാപ്പർ എന്നും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു പരിധി വരയ്ക്കും സെർച്ച് എഞ്ചിന് അത് മനസ്സിലാവും ഇത് ഒരു ഫൂട്ടറിന് വേണ്ടിയിട്ടുള്ളൊരു ഡിവിഷനാണ് എന്നുള്ളത് ഈ ഒരു ID വെച്ചിട്ട് മനസ്സിലാവും. പക്ഷേ അങ്ങനെ ചെയ്യുന്നതൊരു അഡീഷണൽ എഫേർട്ട് ആയത് കൊണ്ടിട്ടാണ് നോർമലി HTML5 ഡിവിന് പകരം ഫൂട്ടർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫ്രണ്ട്ലിയാണ്, SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള ടാഗുകളാണ് ആ സെമാൻറ്റിക്സിൽ വരുന്നത്. ഇവിടെ മറ്റ് ടാഗുകളൊന്നും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ HTML5 വരുന്ന പ്രധാനപ്പെട്ട ടാഗുകൾ ഇതൊക്കെയാണ്: ആർട്ടിക്കിൾ, എസൈഡ്, ഡീറ്റെയിൽ, ഫിഗ് ക്യാപ്ഷൻ, ഫിഗർ, ഫൂട്ടർ, ഹെഡർ, മെയിൻ, മാർക്ക്, നാവ്, സെക്ഷൻ, സമ്മറി, ടൈം. മെയിനായിട്ടും ഇതിൽ ഉപയോഗിക്കേണ്ടത് മെയിൻ എന്നുള്ള ടാഗ് ഉണ്ട്, നാവിഗേഷൻ ഉണ്ട്, ഹെഡർ ഉണ്ട്, ഫൂട്ടർ ഉണ്ട്, സെക്ഷൻ, ആർട്ടിക്കിൾ. ഇതൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന ടാഗുകൾ. ഇപ്പോൾ ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഞാനിത് വാക്ക് ത്രൂ ചെയ്ത് തരുന്നില്ല. മെയിനായിട്ടും HTML-ഉം HTML5-നും വ്യത്യാസം അതാണ്. അപ്പോൾ HTML5 പ്രധാനപ്പെട്ട ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതായത് ഒരു സ്ട്രക്ചേർഡ്, ഒരു ബെസ്റ്റായിട്ടുള്ളൊരു രീതിയിൽ ആ HTML സ്ട്രക്ചർ ചെയ്യുക, ഒരു സെർച്ച് എഞ്ചിന് മനസ്സിലാവുന്ന രീതിയിൽ HTML സ്ട്രക്ചർ ചെയ്യുക. എലമെൻറ്റിന് മീനിങ് ഫുള്ളായിട്ടുള്ള ടാഗുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ HTML5 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? മാത്രമല്ല കുറച്ച് അഡീഷണൽ
ആട്രിബ്യൂട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൽ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ഇൻപുട്ട് ടൈപ്പിൽ കുറച്ച് അഡീഷണൽ ആട്രിബ്യൂട്ടുകൾ വന്നിട്ടുണ്ട്. അത് നോക്കാനായിട്ട് ഇതിൻ്റെ ആട്രിബ്യൂട്ട് സെക്ഷൻ ഉണ്ടാവും താഴെ. അപ്പോൾ ഇവിടെ ചില ആട്രിബ്യൂട്ടുകൾ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ ഒരു HTML5 സിമ്പിൾ ഉണ്ടാവും. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് HTML5 മാത്രമേ അങ്ങനത്തെ ടാഗുകൾ വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ HTML5 ആയിട്ട് നമുക്ക് ആ ഡോക് ടൈപ്പ് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ ടാഗുകൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ ടാഗുകളും അല്ലെങ്കിൽ എല്ലാ ആട്രിബ്യൂട്ടുകളും സപ്പോർട്ടഡ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരുപാട് നാളായി HTML5 ഒക്കെ ലോഞ്ചായിട്ട്. മൊബൈൽ ഡിവൈസസൊക്കെ വന്നതിന് ശേഷം ഒരുപാട് നാളുകളായല്ലോ. അപ്പോൾ എല്ലാം തന്നെ ആ ഒരു മെത്തേഡിലേക്ക് അഡാപ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ഒട്ടുമിക്ക ടാഗുകൾക്കും തന്നെ അങ്ങനെ HTML5 മാത്രമായിട്ട് ടാഗുകളൊന്നും വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ആ ഒരു സെമാൻറ്റിക്കിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു ടാഗ് എടുത്ത് അതിൻ്റെ മീനിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഹെഡർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രൊജക്റ്റ് നോക്കാം. ഇതിലിപ്പോൾ രജിസ്റ്ററിൽ ഫോം വന്നിട്ടുണ്ട്. അല്ലാതെയുള്ള പേജ് ഇൻഡെക്സിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഹെഡറിലേക്ക് ഇടാം, അല്ലെങ്കിൽ ഒരു നാവിഗേഷനിലേക്ക് ഇടാം. ഹെഡറിൽ നാവ് കിടക്കട്ടെ, കുറക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ആ ഒരു ഹെഡറിൻ്റെ അകത്തുള്ള നാവിഗേഷൻ എലമെൻറ്റ്സ് ആണ് ഈ കാണുന്നത്, 2 ആങ്കർ ടാഗുകൾ. അപ്പോൾ ഇതിപ്പോൾ ബ്രൗസ് എൻജിൻ ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവർക്ക് ഇൻഡെക്സ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും ഇതൊരു ഹെഡറാണ്. ഈ ഹെഡറിൻ്റെ അകത്ത് ഈ പേജിൽ 2 നാവിഗേഷനുകൾ മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ ഇതിപ്പോൾ ആങ്കർ പുറത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കുമ്പോഴത്തേക്കും 2 ലിങ്കുകളുണ്ട്. ആ ലിങ്കുകൾ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു, അത് ഈ വെബ്സൈറ്റായിട്ട് കണക്റ്റഡ് ആണോ അല്ലയോ എന്നൊന്നും അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയില്ല. മനസ്സിലായില്ല? അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ടാഗുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും UI ഫ്രണ്ടിൽ ഇതിനൊരു ചേഞ്ചും വരാൻ പോകുന്നില്ല. ഇൻഡെക്സ് കണ്ടില്ലേ, UI വന്നപ്പോഴത്തേക്ക് അതിനൊരു മാറ്റവുമില്ല. എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ മീനിങ് മാറി എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ അതിന് മനസ്സിലാവും. ഹെഡറിൻ്റെ നാവിഗേഷനകത്ത് ഇട്ടപ്പോഴത്തേക്കും സെർച്ച് എഞ്ചിനുകൾക്ക് മനസ്സിലാവും അതൊരു ഹെഡറാണ്. ഹെഡറിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നതൊക്കെ അല്ലെങ്കിൽ ആ ടാഗിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നതൊക്കെ നാവിഗേഷന് വേണ്ടിയിട്ടുള്ള ലിങ്കുകളാണ് എന്നുള്ളൊരു മീനിങ് വന്നവിടെ. അതല്ലാതെ മറ്റു വ്യത്യാസങ്ങളൊന്നും HTML കോഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് HTML5 വരുന്നത്. ശ്രദ്ധിക്കേണ്ടത് ആ ഡോക് ടൈപ്പ് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.